എറണാകുളം മട്ടമ്പലിൽ നിന്ന് 2 കോടി രൂപയുടെ ഹാഷ് ഷോയിലാണ് പിടികൂടിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, വൻ ലഹരി വേട്ട എന്ന് തന്നെ പറയാം. അത്ര വലിയ അളവിലാണ് ഈ ലഹരി പിടികൂടിയിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ ഹാഷ് ഷോയിൽ എത്തിച്ചത്? ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? ഗൂഗിൾ ഒറീസയിൽ നിന്ന് 2 ഇതര സംസ്ഥാനക്കാരാണ് ഹാഷിഷ് ഷോയിൽ കേരളത്തിലേക്ക് എത്തിച്ചത്. തേവര, അതായത് എറണാകുളം തേവര മട്ടമ്പലിലാണ് എത്തിച്ചത്. അവരുടെ പക്കൽ നിന്ന് വാങ്ങാനെത്തിയ 2 മലയാളികളെയും ഇപ്പോൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ സമീപകാലത്ത് എറണാകുളത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി വേട്ടയാണിത്. ഇത്രയും വലിയ അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2 കോടിയോളം രൂപ വിലമതിക്കും 2 കിലോ ഹാഷ് ഷോയിലാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ ഈ 4 പേർക്ക് അപ്പുറത്തേക്ക് കൂടുതൽ കണ്ണികളുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി എക്സൈസ് കടക്കുക. ഇത് ഏതെങ്കിലും തരത്തിൽ ചില്ലറയായി വിൽക്കാൻ കൊണ്ടുവന്നാണോ അല്ലെങ്കിൽ മൊത്തമായി വിൽക്കാൻ കൊണ്ടുവന്നതാണോ എന്നുള്ള പരിശോധന നടത്തും. പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് ലഹരിയുടെ ഒഴുക്കുണ്ടാകും എന്ന വിവരം എക്സൈസിനും പോലീസിനും ഒക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ പരിശോധനകളൊക്കെ കർശനമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 4 പേരെ ഇത്തരത്തിൽ 2 കോടി രൂപയുടെ ഹാഷ് ഷോയിലുമായി പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ അന്വേഷണമൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. തേവരയിൽ ഈ ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരം. എക്സൈസ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അതിനാണ് ഇപ്പോൾ ഈ വൻ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ തുടരന്വേഷണം ഉണ്ടാകും. അത് ഏതെല്ലാം മേഖലകളിലേക്ക് വ്യാപിക്കും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നേരത്തെ ഒരു 3 മാസം മുമ്പാണ് ഇതിനു മുൻപ് കൊച്ചിയിൽ വ്യാപകമായി ഹാഷ് ഷോയിൽ വേട്ട നടന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഒരു വീട്ടിനകത്ത് നിന്ന് 2 കോടി രൂപയുടെ ഹാഷ് ഷോയിൽ പിടികൂടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 3 മാസത്തിന് ഇപ്പുറം കൊച്ചിയുടെ ഹൃദയഭാഗത്ത് നിന്ന് 2 കോടി രൂപയുടെ ഹാഷ് ഷോയിലുമായി 4 പേർ, അതിൽ 2 ഇതര സംസ്ഥാനക്കാരും 2 മലയാളികളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിൾ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പിടിയിലായിരിക്കുന്നവർ മൊത്തക്കച്ചവടക്കാരാണോ അതോ ചെറുകിട വിൽപ്പനക്കാരാണോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ആഘോഷങ്ങൾ അടുക്കുമ്പോഴേക്കും കോടികളുടെ ലഹരിയാണ് സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.